സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് വിനോദസഞ്ചാര മേഖല. ആ മേഖലയിൽ കൃത്യമായ വികസനം വേണം, ഒപ്പം ആവശ്യമായ സംരക്ഷണവും ഉറപ്പാക്കണം. പക്ഷേ പലപ്പോഴും അത് നടക്കുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ആലപ്പുഴ എരമല്ലൂർ കാക്കത്തുരുത്തിലേക്ക്. അവിടേക്കൊരു പാലം വേണം എന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് 1.5 പതിറ്റാണ്ട് പഴക്കമുണ്ട്. 2009 ആരംഭിച്ച പാലം പണി പിന്നീട് പല തർക്കങ്ങൾ മൂലം മുടങ്ങി. സ്ഥലം വിട്ടു നൽകിയവർക്ക് നഷ്ടപരിഹാര തുക അനുവദിച്ചെങ്കിലും പാലം പണി തുടങ്ങാത്തത് 400ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. കായലിൽ പോള നിറഞ്ഞതുമൂലം വള്ളത്തിലുള്ള യാത്ര പോലും അതീവ ദുഷ്കരമാണ്. ടോപ് 10 സ്പെഷ്യൽ കാണാം. ഈ ഒരു ചെറിയ പ്രതികരണത്തിൽ കാക്കത്തുരുത്തുകാരുടെ മുഴുവൻ വികാരവുമുണ്ട്. 2009 ആരംഭിച്ചതാണ് കാക്കത്തുരുത്ത് പാലം പണി. സ്ഥലത്തിന്റെ അനുമതിയുമായി ബന്ധപ്പെട്ട് സ്ഥലമുടമ അന്ന് തർക്കമുന്നയിച്ചു. 2011 പാലം പണി നിലച്ചു. പിന്നീട് 2016-17 വർഷത്തെ ബജറ്റിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി പാലം പണി പൂർത്തിയാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. 38 കോടി രൂപ എസ്റ്റിമേറ്റ് തുക തീരുമാനിച്ച് പാലത്തിനായി കായലിൽ തൂണുകൾ നാട്ടിയതല്ലാതെ മറ്റൊന്നും നടന്നില്ല. 2010 പാലം പ്ലാൻ ചെയ്തതാണ്. അതെന്തോ ഒക്കെ കാരണവശാൽ, ആരുടെ കാരണമെന്ന് പറഞ്ഞില്ല നമ്മൾ, അതെല്ലാം പോയി. ഇപ്പോൾ 2017 തോമസ് ഐസക് സാറ് ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ 23 കോടി പാലത്തിന് കിവി ഫണ്ട് വന്നു. ഇപ്പോൾ 35 കോടി ചില്ലാനും ആണെന്ന് തോന്നി. പക്ഷേ ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസിൻ്റെ വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിച്ചതിന് കാരണം ഇപ്പോൾ 50 കോടിയെങ്കിലും ഇല്ലാതെ കാക്കത്തുരുത്ത് പാലം പണിയാൻ പറ്റില്ലെന്ന് പറയണം. ഇത് പണിതില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വളരെ പോക്കാം. കാരണം ഞങ്ങൾ പ്രായമുള്ള ആളുകളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചു പോകും. ഇപ്പോൾ കുട്ടികളെല്ലാം കാക്കത്തുരുത്ത് വിട്ടുപോകാൻ തയ്യാറായിരിക്കുക. നമ്മുടെ ഒരു ജനസമൂഹം ഒരു സ്ഥലത്ത് നിന്ന് ഉന്മൂലനാശം വന്നു പോകുന്ന അവസ്ഥയാണ് വരുന്നത്. അരൂർ എഴുപുന്ന പഞ്ചായത്തിലെ കാക്കത്തുരുത്ത് ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ്. 2019 നാഷണൽ ജോഗ്രഫിക് മാസിക 24 മണിക്കൂർ കൊണ്ട് കാണാനാവുന്ന മനോഹരമായ ലോക സൂര്യാസ്തമയ കാഴ്ചകളിലൊന്നായി ഇടം പിടിച്ച സ്ഥലമാണ് കാക്കത്തുരുത്ത്. 400-നടുത്ത് കുടുംബങ്ങളാണ് കാക്കത്തുരുത്തിലുള്ളത്. പാലം ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം വലിയ ബുദ്ധിമുട്ടിലാണ് നാട്ടുകാർ. തുരുത്തിലുള്ളവർക്ക് പുറം ലോകത്തെത്താൻ ചെറുവള്ളങ്ങളാണ് ആകെയുള്ള ആശ്രയം. കായലിൽ പോള നിറഞ്ഞതുമൂലം ഇപ്പോൾ വള്ളത്തിൽ പോലും യാത്ര അതീവ ദുഷ്കരമാണ്. ഞങ്ങൾ നല്ലതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. വെളുപ്പിനെ പിന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ താമസമാണ്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തന്നെയാണ്, ഭയങ്കര പായലാണ്. ഇപ്പോൾ 3-4 ദിവസമായിട്ട് അപ്പുറത്തോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാണെങ്കിലും ഇറങ്ങാനൊന്നും പറ്റുന്നില്ല. ഭയങ്കര പായലാണ്. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോണതല്ലേ, ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പായലിങ്ങനെ എതിർത്ത് നിൽക്കുമല്ലോ, അപ്പോഴത്തേക്ക് ഒന്നും ഇപ്പോൾ മോട്ടറാണെങ്കിലും വർക്ക് ചെയ്യല, അത് കേടായി പോകും. പിന്നെ ആൾക്കാർ ജോലിക്ക് പോകുന്ന ആൾക്കാർ അപ്പുറത്ത് നിൽക്കും. കഴിഞ്ഞ ദിവസമൊന്നും ആർക്കും ജോലിക്ക് പോകാൻ പറ്റിയില്ല. അടിയന്തര സാഹചര്യങ്ങളിൽ രോഗികൾക്ക് ആശുപത്രിയിലെത്താൻ കഴിയുന്നില്ല. വിദ്യാർത്ഥികൾക്ക് സമയത്ത് സ്കൂളിലെത്താൻ കഴിയുന്നില്ല. നാട്ടുകാരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് പാലത്തിൻ്റെ തൂണുകൾ കഴിഞ്ഞ 15 വർഷമായി മൂകസാക്ഷിയായി നിലകൊള്ളുന്നു. ക്യാമറമാൻ CS ബൈജുവിനൊപ്പം ശ്രീജിത് നായർ, അമൃത ന്യൂസ്, കൊച്ചി. റിപ്പോർട്ട് കണ്ടതുപോലെ ജനിച്ച നാട് വിട്ട് ഓടേണ്ട അവസ്ഥയിലാണ് സാധാരണക്കാരായ ജനങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ കൂടി കാണാം. ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും വെള്ളം രാവിലെ വരുന്നത്. ഇപ്പുറത്തേക്ക് നമുക്ക് വെള്ളത്തിൽ പോരാൻ പറ്റില്ല. വെള്ളയുടെ സ്റ്റേക്കകത്ത് കഴിഞ്ഞ ദിവസം ഇത് ഞാൻ സ്ഥിരമല്ല, താൽക്കാലിക കടത്തുകാരൻ. കഴിഞ്ഞ ദിവസം ഈ കടത്തുകാരൻ തന്നെ അവിടെ കെട്ടിയിട്ട് രാത്രി ഉറങ്ങേണ്ടി വന്നു. വീട്ടിൽ പോകാൻ പറ്റിയില്ല. ഈ പായൽ കുറെ വന്നോണ്ട് ഇല്ല. വഴക്ക് പറയുന്നില്ല, എന്നാലും പായലിറങ്ങി ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരാള് പിന്നെ ബാക്കിൽ വേഗം തുഴയാനായിട്ട് പായലാണ് കുടുങ്ങി പോവുകയൊക്കെ ചെയ്യും. പായലിറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂളിലൊന്നും സമയത്ത് പോകാൻ പറ്റാനുള്ള നാനാവിഭാഗം ജനവിഭാഗങ്ങൾക്കും ഇതൊരു ശല്യമായിട്ട് മാറിയിരിക്കുകയെന്ന് പറഞ്ഞാൽ ഈ മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളുടെ ഊന്നിപ്പാടൊക്കെ ഒരു വിധത്തിലും കുറ്റിയൊക്കെ വലിയ പോയി കിടക്കണ കണ്ട. ഒരു കുറ്റി തുറക്കണമെങ്കിൽ തന്നെ ഒരു 10,000-2000 രൂപ എടുത്ത് ചിലവ് വരും. അപ്പോൾ അത് ഒരു 4 കുറ്റിയൊക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ആദായങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് ഓരോ വർഷം ചെല്ലും തോറും ഈ പായലെന്ന് പറയണത് ഇത് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടർ തുറന്നിടാതെ ഇതിനൊരു പ്രായോഗികമല്ല. ഒരു വെള്ളം അങ്ങോട്ട് കയറി ചെന്നെങ്കിൽ
കരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പായൽ ഇത് നല്ല വെള്ളത്തിൽ അവിടെ അടച്ചിടിയാണ്, അവിടെ കിടന്ന് പായൽ വളരും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ ശ്രീജിത്ത് നായർ നൽകും. ശ്രീജിത്ത്, ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ആ തൂണുകൾ മൂകസാക്ഷികളാണ് ഈ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന്. ഒപ്പം നേരത്തെ ആ നാട്ടിലുള്ള ഒരാൾ പറഞ്ഞതുപോലെ പുതിയ തലമുറ ആ നാട് വിട്ട് പോകേണ്ടി വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? ഈ പാലം വേണമെന്നുള്ള ഇവരുടെ ആവശ്യത്തെ എന്തുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ അവഗണിക്കുന്നത്? അഖില, ആലപ്പുഴ ജില്ലയിലാണ് ഈ കാക്കത്തുരുത്ത് എന്ന് പറയപ്പെടുന്ന ഈ സ്ഥലം. എറണാകുളം ജില്ല, കൊച്ചിയിൽ നിന്ന് വളരെ അടുത്താണ് ഈ പ്രദേശം. അതായത് ധാരാളം ടൂറിസം സാധ്യതകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ കാക്കത്തുരുത്ത്. അതായത് പ്രകൃതി ഈ ഹരിതാഭയും ഊഷ്മളതയും ഒക്കെ കനിഞ്ഞ് അനുഗ്രഹിച്ച സ്ഥലമാണ്. പക്ഷേ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല, അപര്യാപ്തത, പാലം പോലും ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് ദൃശ്യങ്ങളിൽ അത് വളരെ വ്യക്തവുമാണ്. എന്തുതരം ബുദ്ധിമുട്ടുകളാണ് നാട്ടുകാർ അനുഭവിക്കുന്ന കാര്യം. ഏതാണ്ട് 400-നടുത്ത് കുടുംബങ്ങൾ അവിടെയുണ്ട്. 1.5 പതിറ്റാണ്ടായി ഈ ഒരു പാലത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അവർ. പൊതുമരാമത്ത് മന്ത്രി അന്ന് ഇബ്രാഹിം കുഞ്ഞ് 2009 അന്ന് പാലത്തിന് വേണ്ടി ശിലാസ്ഥാപനം നടത്തി. ആ തൂണുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അന്ന് അതിനുശേഷം രണ്ടാമത് കിഫ്ബി പദ്ധതിയിലും ഈ ഒരു പാലമണിയുമായി ബന്ധപ്പെട്ട തുകകൾ അനുവദിച്ച് 38 കോടി രൂപ അന്ന് എസ്റ്റിമേറ്റ് തയ്യാറാക്കി. ഇപ്പോൾ നമ്മൾ എസ്റ്റിമേറ്റ് എടുത്താൽ എത്ര കോടി രൂപ അതിൽ അധികം വർദ്ധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ കണ്ട തൂണുകളെല്ലാം ഇനി പിഴുത് മാറ്റണം. പക്ഷേ ഇത് പാലമണിയുമായി ബന്ധപ്പെട്ട ധാരാളം ഉറപ്പുകൾ MLA ഭരണ ഭാഗത്തു നിന്ന്, നേരത്തെ ഉണ്ടായിരുന്ന ആരിഫിൻ്റെ ഭാഗത്തു നിന്നും പിന്നീട് ദിലീമ ജോജിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായെങ്കിലും ഒരു കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നാട്ടുകാർ പൂർണ്ണമായും അക്കാര്യത്തിൽ ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള പ്രതികരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇനി തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നിറയെ വാഗ്ദാനങ്ങളുമായി തിരിച്ചു വരുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് പറയുന്നത്. പക്ഷേ കാര്യങ്ങൾ എത്രത്തോളം, അതായത് പാലം പണി എത്രത്തോളം നടക്കുമെന്നുള്ളത് അവർക്ക് യാതൊരു ഉറപ്പുമില്ല. മാത്രമല്ല ഇപ്പോൾ അവരുടെ ദുരിതം ഇരട്ടിയായിരിക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു, പോള നിറഞ്ഞു കിടക്കുകയാണ്, വള്ളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ മോട്ടോറുകളെല്ലാം ശരി.